വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്ക് തക്കാളി നുറുക്ക് ഉണ്ടാക്കാം. ആ ഒരു നുറുക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ടതായിരുന്നു. ആദ്യം തന്നെ 3 തക്കാളി വേണം. അതൊന്ന് ഇങ്ങനെ കീറിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഈ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യം ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാക്കി കിട്ടും. തക്കാളീൻ്റെ നല്ല ഫ്ലേവർ വേണമെങ്കിൽ ഒരു തക്കാളിയും കൂടെ ചേർക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു മസാലപ്പൊടിയിലെ ചാറ്റ് മസാല അതും കൂടെ ആഡ് ചെയ്യണം. അതിപ്പോഴല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഈ ഒരു 3 തക്കാളിയും അതുപോലെ തന്നെ കുറച്ചധികം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. 1 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരിപ്പൊടി, അതായത് അരിപ്പൊടിക്കകത്ത് അതുപോലെ ഒരു 1/2 കപ്പ് കടലാമാവ്, 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ, പിന്നെ ചെറിയ ജീരകം, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കറുത്ത എള്ളുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കൂടെ ഇട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നതിന് പകരം ഈ ഒരു തക്കാളി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ടൈറ്റിൽ തന്നെയാണ് കുഴക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി വെക്കുക. ഈ ഒരു ഡോ നമുക്ക് ഇനി നമ്മളുടെ എന്താ പറയുക, നമ്മളെ നൂലിപ്പുട്ടാക്കുന്ന അച്ചുണ്ടല്ലോ, ആ ഒരു അച്ചിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുക. ഇത്രയും പണിയിൽ ഭയങ്കര സിമ്പിളാണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ തക്കാളി ചേർക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് മാത്രം നമ്മുടെ ചെറിയ ജീരകം ചേർത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ കറുത്ത എള്ളുണ്ടല്ലോ, അതന്നെ ആ ഒരു എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നൂലിപ്പുട്ടിൻ്റെ അച്ചിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലില്ലേ ആ ഒരു അച്ച് കിട്ടും. അതിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു നുറുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാനിത് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അങ്ങനെ ഫൈനലി ഇന്നായിരുന്നു ഒരു സമയം കിട്ടിയത്. അപ്പോൾ ആക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ വേഗം ചൂടോടെ ഒന്ന് ചൂട് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ഹാർഡാവുന്നുണ്ട്. പിന്നെ വേഗം വെന്ത് കിട്ടും. പിന്നെ നമ്മൾ നല്ലോണം കറുപ്പടിക്കാനും പാടില്ല, അതുപോലെ തന്നെ നല്ലോണം വേവാതിരിക്കുക. അതായത് റെഡ് കളർ, നമ്മൾ നുറുക്കിൻ്റെ ഒരു കളറുണ്ടല്ലോ, ആ ഒരു അതിൽ കുറവാവാനും പാടില്ല. അപ്പം നമ്മളിത് ചേർക്കുന്ന സമയത്ത്, അതായത് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ചെടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും, കറക്റ്റ് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല രസമുണ്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് എണ്ണയിലിങ്ങനെ ചിറ്റിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്, മനസ്സുഖം കിട്ടുന്നുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് തിന്നുന്നതിന് മുമ്പേ കണ്ടിട്ട് തന്നെ വയറ് കുറഞ്ഞ സംഭവം. അങ്ങനെ ഞാൻ ഈ ഒരു കളറായതിന് ശേഷമാണ് ഞാനൊന്ന് കോരി എടുക്കുന്നത്. ആദ്യത്തേത് എനിക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുരിഞ്ഞത് നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു. അത്ര മുരിയണ്ട, എന്നാലും കുറച്ച് അത്ര മുരിയാതിരിക്കാനും പാടില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം, ചുട്ട് വരുമ്പോൾ അങ്ങനെ മനസ്സിലാവും. ഞാനൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് ആക്കിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഇത് തക്കാളി നുറുക്ക് വീട്ടിൽ നിന്ന് ആക്കിയെന്നുള്ളൊരു വൈബും ഒന്നും പറയണ്ട. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ ഉണ്ടായത്. അങ്ങനെ ഇതേപോലെ കുറേ സമയം വരെ ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് കോരി എടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമാണല്ലോ. ഈ നമ്മളെ പീടിയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടീനോ എന്ന് ചോദിച്ചാൽ എനിക്കതങ്ങനെ പറയാൻ പറ്റില്ല. അവരെന്തൊക്കെ ചേർക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് തക്കാളി കുറച്ച് കുറവില്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റ് കിട്ടാത്തത് ലാസ്റ്റ് ഞാൻ മുളക് പൊടിയും അതുപോലെ തന്നെ ചാറ്റ് മസാലയും കൂടെ ചേർക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണോ എന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം സംഭവം ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ള് വൈബിലായിരുന്നു ഞാൻ. ലാസ്റ്റത്തെ ഒരു ക്ലിപ്പ് അത് മിസ്സായി പോയതാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ചുട്ടെടുത്ത്, അപ്പോൾ നമ്മുടെ ഈ ഒരു നൂലുപുട്ടിൻ്റെ അച്ചിൻ്റെ ഉള്ളിൽ കുറച്ച് മാവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇത്രയും മാവ് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, നമ്മുടെ ബൂന്തി പറയുന്ന സാധനമില്ലേ, മിച്ചറിൻ്റെ ഉള്ളിലൊക്കെ കിട്ടുന്ന ആ റൗണ്ട് ഷേപ്പിലെ സാധനം, ആ സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, ബാക്കി വന്ന ആ ഒരു ഡോ എടുത്തിട്ട് അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മളെ ബിഗ് ബോസിലെ പേളിമണി ചേച്ചിക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ
ഒരു എണ്ണയിലേക്ക് ഇങ്ങനെ റൗണ്ട് സാധനം ഇട്ടിട്ട് പൊട്ടിത്തെറിക്കുന്ന സെയിം സിറ്റുവേഷൻ ആയിരുന്നു എനിക്കുണ്ടായത്. എനിക്ക് ആ ടൈം ചിരിക്കണോ കരയണോ എന്നറിയില്ല, ആ ഒരു ഫീലായിരുന്നു ഉണ്ടായത്. ഞാൻ നല്ല സുഖത്തിൽ, കാരണം ഫസ്റ്റ് ഒന്നും ഇട്ട സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആൾ നല്ല വൃത്തിക്ക് തന്നെ സംഭവം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് എന്താ പറയുക, വെറുതെ എന്തിനാ അങ്ങനെ ആ ഒരു പൊലിഞ്ഞ സാധനം കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, അങ്ങനെ വിചാരിച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട്. എൻ്റെ ആ റബ്ബെ, എനിക്ക് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ഫുള്ള് പൊട്ടിത്തെറിച്ച് മുഖത്തൊക്കെ എണ്ണയായി. ഞാൻ കുറച്ച് സമയത്തേക്ക് മറ്റേ ഫേസ് മാസ്ക് ഇട്ട പോലെ ആയിരുന്നു ഉണ്ടായത്. കംപ്ലീറ്റ് മുഖത്തൊക്കെ നമ്മൾ ഓയിൽമെൻറ്റ് തേച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഇവിടെ നമ്മൾ നുറുക്കാക്കിയിട്ടുണ്ട്, നുറുക്കിട റെഡി ആയിട്ടുണ്ട്. സംഭവം നുറുക്കുണ്ടാക്കുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല. ബാക്കി വന്ന ഡോ വിചാരിച്ച് ആരും ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇടരുത്, അപ്പോൾ എന്തായാലും പൊട്ടിത്തെറിക്കും. ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ നമ്മളുടെ നുറുക്ക് ഇവിടെ റെഡിയായി. ഇനി ഞാൻ എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഓയിൽമെൻറ്റ് തേച്ചുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കലയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നല്ല പുകച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മുളക് പൊടി വീണ്ടും തൂവി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിലാണ് നമ്മൾ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.